ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. വർത്തമാനകാല സാഹചര്യത്തിൽ ആ സംഭവത്തിന് ഏറെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങളുമായി ആ സംഭവം പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വന്നിറങ്ങി. കൃത്യമായി പറഞ്ഞാൽ 1892 ഒരു നവംബർ മാസം. ആ വന്നിറങ്ങിയ ആളുടെ പേര് സ്വാമി വിവേകാനന്ദൻ എന്നാണ്. അദ്ദേഹം ഇതേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ നടത്തിയ ഒരു പരാമർശം, നമ്മുടെ കേരളത്തെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം ഇന്ന് വിശ്വപ്രസിദ്ധമാണ്. കേരളം ഭ്രാന്താലയമാണ്. അദ്ദേഹം ആ പരാമർശം നടത്താനുണ്ടായ സംഭവം തൊട്ടടുത്ത സ്റ്റോപ്പായ ഒറ്റപ്പാലത്ത് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അവർണ ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറേ സവർണ ജാതിക്കാർ ചേർന്ന് തല്ലിക്കൊന്നു. വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു അത്. എന്തിനാണ് അദ്ദേഹത്തെ തല്ലിക്കൊന്നതെന്നറിയുമോ? അദ്ദേഹം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒറ്റപ്പാലത്തെ ഒരു കടയിൽ വന്നിട്ട് ഇവിടെ ഉപ്പുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഉപ്പുണ്ടോ എന്ന ഭാഷ എന്ന ആ വാക്ക് അവർണ ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. കാരണം സവർണരല്ലാത്ത വിഭാഗത്തെ മുഴുവനും അക്കാലത്ത് നീചജന്മങ്ങളായിട്ടാണ് കണ്ടത്. മനുഷ്യരായി പോലും അവരെ കണ്ടിരുന്നില്ല. അപ്പോൾ മനുഷ്യരുപയോഗിക്കുന്ന ഭാഷകൾ, വാക്കുകൾ മനുഷ്യരല്ലാത്ത നീചജന്മങ്ങളായ അവർണ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ആ പുലയൻ ചോദിക്കേണ്ടിയിരുന്നത് ഇവിടെ പുളിച്ചതുണ്ടോ എന്നുള്ളതായിരുന്നു. സവർണരുടെ, മനുഷ്യരുടെ വാക്കായ ഉപ്പ് മനുഷ്യരല്ലാത്ത നീചജന്മങ്ങളായ അവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു പുലയൻ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സവർണ ജാതിക്കാർ തല്ലിക്കൊന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ആൾക്കൂട്ട കൊലപാതകം മനുഷ്യരെ മതത്തിൻ്റെ പേരിലോ, നിറത്തിൻ്റെ പേരിലോ, ജാതിയുടെ പേരിലോ, തൊഴിലിൻ്റെ പേരിലോ, മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയുടെ പേരിൽ തല്ലിക്കൊല്ലുന്ന പരിപാടി എല്ലാ കാലത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഭവിക്കാറുണ്ട്. ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ ഒറ്റപ്പാലത്ത് നടന്ന ദാരുണമായ സംഭവം, ദയനീയമായ സംഭവം, ആ വാർത്ത സ്വാമി വിവേകാനന്ദൻ കേൾക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത്, കേരളം ഭ്രാന്താലയമാണോ എന്ന്. ഇന്ന് നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അതുതന്നെയാണ്. ബേഡൻ്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബേഡൻ റാപ്പ് സംഗീതം പാടാൻ പാടുണ്ടോ? ബേഡൻ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് KP ശശികലയെ പോലുള്ളവർ ചോദിക്കുന്നത്, ബേഡൻ പാടേണ്ടത് റാപ്പ് സംഗീതമാണോ എന്നുള്ളത്. പട്ടികജാതി വിഭാഗവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ബേഡൻ പാടിയത് പട്ടികജാതി വിഭാഗത്തിൻ്റെ പരമ്പരാഗത ഗാനമല്ല, അല്ലെങ്കിൽ പാട്ടുകളല്ല എന്ന് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു BJPയുടെ കൗൺസിലർ പരസ്യമായ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതും ഇതേ മനോഭാവത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ബേഡൻ്റെ വേഷങ്ങളെക്കുറിച്ച് പോലും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഒരാളുടെ നിറം നോക്കി, അയാളുടെ ജാതി നോക്കി, അയാൾ ധരിക്കുന്ന വസ്ത്രത്തിന് പോലും പരിധികൾ നിശ്ചയിക്കുന്ന ഓരോരുത്തരുടെയും മനോഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഇനിയെങ്കിലും ഇത്തരം വിഭാഗീയതകളില്ലാതെ, ജാതിപരമായിട്ടുള്ള വേർതിരിവുകളില്ലാതെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അത്തരം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള വിഭാഗീയ ചിന്താഗതിക്കാർക്കെതിരെ നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഒന്നിക്കേണ്ടതുണ്ട്, ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്.